ഹലോ ഗായ്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റേസ് വയ്ക്കാൻ പോവുകയാണ്. സൺറൈസ് വയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്തോ. പിന്നെ ഇല്ലേ, നിങ്ങൾക്ക് ഈ സൺറൈസിനെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സൺറൈസ് ഈ ലോകത്തെ ഏറ്റവും വലിയ സാധനമാണ്. അതിനകത്ത് നല്ല പ്രൈസും കിട്ടിയ ഇല്ല, അത് വിറ്റാൽ കോടീശ്വരന്മാരാവും. അങ്ങനെയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ സൺറൈസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അയ്യോ വണ്ടി താഴെ പോയി. അല്ലയോ അയ്യോ എന്നാ ചെയ്യല്ലേ. അയ്യോ പേടിച്ചുപോയി. നാട്ടിൽ ഫുള്ളും കേട്ടാണല്ലോ. എനിക്ക് വട്ട എന്നാ തോന്നണേ. ഞാൻ ചുമ്മാ ഓരോ സിനിമയും കണ്ട്, പിന്നെ ഓരോ സിനിമയും കണ്ട്, അഴുക്ക സ്വപ്നവും കണ്ട്, ചാവണ സ്വപ്നവും കണ്ട് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുവാണ്. എനിക്കെന്തിര് ഈ ഒരു സ്വപ്നമൊക്കെ ഒന്ന് വീടൊന്ന് വരുന്നു. ഇതെന്തിര് പോയി. എവിടെയായിരുന്നു പോകണ്ട? ആർമിയിലാ പോണ്ട? എവിടെ പോണ്ട്? എനിക്ക് വട്ട് പിടിക്കണ്. ആർമി തന്നെയായിരുന്നല്ലേ പോണ്ടത്. ഷടാ അയ്യോ ചത്ത്. വാലൊഴുക്കം മല്ലാഴ്ക്കം. എടേ, ആർമിക്കകത്ത് തന്നെ പോകട്ടോ. അയ്യോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ. വണ്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇനി നടന്നങ്ങോട്ട് പോകണം. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഓടിപ്പോവാം. എനിക്കെന്തിനൊട്ടും സ്പീഡില്ലാത്ത വട്ടായ ഇത്. ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ഇല്ലേ 20K ആണ്. അതുകൊണ്ട് ഇല്ലേ എൻ്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഞാൻ ഇവിടെ എത്തി. ഒരു ഫ്രീ ആയിട്ട് കാർ എത്തുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് 20K ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്തോ കേട്ടോ. ഇനി ഞാൻ നേരെ ആർമിക്കകത്ത് പോവാണ്. വേറെ ഏതോ ആർമിയാണ് ക്യാമ്പുള്ളത്. ഈ വണ്ടി എന്തൊരു ബ്രേക്ക് ഡൗൺ ആയാ? ഈ ഡ്രസ്സിട്ടൊന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇടാൻ പോവാണ്. കണ്ട, ഞാൻ ഒരു വിഗും കൂടെ അങ്ങോട്ട് വെച്ച് എൻ്റെ മാജിക് പവർ യൂസ് ചെയ്താണ് ഗൈസ്. എനിക്ക് ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിലേ മാജിക് പവർ യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടാ. ഞാൻ ഇല്ലേ ഏകദേശം ആർമിയുടെ സ്ഥലത്തെത്തി. അത് കുഴപ്പമില്ല, ഇതെത്തി. ആർമിക്കാരനെ ഷൂട്ട് ചെയ്യാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ പുതിയ ആർമിക്കാരനാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അവിടുത്തെ ആർമി തലയൻ ഇല്ലേ ഭാര്യൻ്റെ കൂടെ ഇപ്പം ജീവിക്കാൻ പോവുകയാണെന്ന് വല്ല റിപ്പോർട്ട് എനിക്ക് കിട്ടിയായിരുന്നു. ഇനിയും തൊട്ട് ഞാനാണ് അവിടുത്തെ തലവനെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇവർ തുടങ്ങി ഇവിടുന്ന് പോയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അടിച്ച് മാറ്റാം. എന്ത് ചെയ്യണം? എൻ്റെ അമ്മേ, അതേ കയറ്റി പറഞ്ഞ് എല്ലാവരും എന്നെ കൊല്ലാൻ പാടായിട്ട്. ഞാൻ പുതിയ തലവനാണ്. വാട പേടിത്തൊണ്ടമാരെ, വാടാ ഇങ്ങോട്ട്. ഞാനൊക്കെ നിന്റെയൊക്കെ അന്ത്യം കാണിക്കാൻ പോവാണ്. ഇന്നാണ് നിന്റെയൊക്കെ അന്ത്യം. എന്താ കാണിക്കടാ ഞാൻ? വാടാ, നിന്റെ അന്ത്യം ഇന്നാണ്. വാടാ പോടാ എങ്ങോട്ട്. പുതിയ തലവനെ തെളിയിക്കാൻ വരണം. നീ എന്താ നിന്റെ പുതിയ തലവനെ തെളിയിക്കാൻ വരണ? അതൊന്നും നടക്കൂല. പുതിയ തലവനെ അങ്ങനെയൊന്നും നടക്കൂല കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടെ, നീ എന്നെ ഷൂട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ആ തോക്ക് ഞാൻ അങ്ങ് പറിച്ചെടുക്കും. പോടാ അങ്ങോട്ട്. കുറെ വന്നിരിക്കണം ഇങ്ങോട്ട്. ഇതാണ്ട് എന്റെ കളി. എങ്ങനെ ഉണ്ടോ? അടിപൊളിയല്ലേ? ഞങ്ങൾ പോകും. ദേൻ്റെ 2 തലവന്മാര്. വാടാ തലയാ, ഇങ്ങോട്ട്. മുട്ടത്തലേനെ ഞാൻ കൊണ്ട് ബാക്കിലാക്കിയിട്ടുണ്ട്. വാടാ മുട്ട തലയാ വാടാ.
തലവൻ. അയ്യേ, ഹെഡ് ഹെഡ് വാടാ, തലവാ, തലയാ അമ്മ. അയ്യോ, സ്വപ്നത്തെ കണ്ടുവല്ല താഴെ വന്ന് മരിക്കല്ലേ ഞാൻ. അയ്യോ അയ്യോ അയ്യോ, സ്വപ്നത്തിൽ പറഞ്ഞോലെ ഞാൻ മരിച്ചില്ല. അയ്യോ, എന്നെ വെടി വെക്കണം ആരൊക്കെ. അയ്യോ 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 അയ്യോ. അതെ, അവൻ്റെ അന്ത്യമായി, അവൻ്റെ അന്ത്യം. ഷടാ, ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടാടാ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, ഞാൻ അടുത്ത് സാപ്പിടാം. വാ ഇങ്ങോട്ട്, ഇവിടേക്ക് വാടാ, വാടാ. അയ്യാ, എൻ്റെ രണ്ടാമത്തെ അന്ത്യം. നേരെ പാതാളത്തിലേക്ക് പോയി. എന്തുവാ അമ്മ എന്നെ പോയി. ഹേയ്, ഓ, ഫോൺ എടുക്കുക. ഞാൻ എന്തിനിപ്പോൾ ഫോൺ എടുത്ത്? എനിക്ക് വയ്യേ, എനിക്ക് വട്ടായ. ഞാൻ നിന്നെ ഫോൺ എടുത്ത്, എനിക്ക് വട്ടായ എനിക്ക്. എടേ, വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അത് ശരിയല്ലേ? ആ, ശരിയാണേ. ഇന്നൊക്കെ നിൻ്റെ അന്ത്യം ഉണ്ട്. ഞാൻ മേളിൽ പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങും. വാടാ, നിൻ്റെയൊക്കെ അന്ത്യമാണെന്നു. വാടാ വേടാ വേടാ. അയ്യോ 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 അമ്മേ. ചോര പറ്റി. മിക്കവാറും ഇവിടെ ആരോ കൊലപാതകം നടത്തിയെന്നാ തോന്നാന്ന്. അയ്യോ, ഇതെന്തിന് എങ്ങനെ കിടന്ന് പൊക്കോണ്ടിരിക്കണല്ലേ? എനിക്ക് എന്തൊരു വട്ട പിടിച്ചാ. ആൾക്കാർ വിചാരിക്കും ആരോ ഇവിടെ ആർമി കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന്. അയ്യോ, പോലീസുകാരൊന്നും അങ്ങനെ വിചാരിക്കല്ലേ. ഒരു കള്ളനാണെന്ന് വിചാരിക്കല്ലേ. ഞാനൊരു ആർമിയാണ്, ആർമിയുടെ തലവൻ, തലവൻ, തീവ്രവാദിയെ കൊല്ലണ തലവൻ. ഞാൻ ആർമിയാണ്. ഇനി ഞാൻ അവിടെ നിർത്തി താഴ്ചാടും. അയ്യ, ആരെങ്കിലും ഉണ്ടാടാ ഇനി? എന്നാൽ ഞാൻ വെടി വെച്ചങ്ങ് തീർത്തോളാം. വണ്ടി ഇടിച്ച് തീർക്കാനില്ല, എനിക്ക് വട്ടാണ്. ആരെങ്കിലും ഉണ്ടോ? ഒളിച്ച് നിൽക്കണ്ട. ഈ തലവൻ അപ്പൂപ്പൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. ഞാൻ കളവനായി. ആ, വാടാ, നമുക്ക് ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോവാം, പവങ്ങിപ്പോവാം. ഹൈ ഹൈ ഹൈ. ആ, പരസ്യം വന്ന് എനിക്ക് നല്ല ഹെൽത്തും വന്നു. ഇനി ആരെങ്കിലും ഉണ്ടാടാ? നോക്കിക്കോ, എനിക്ക് ഇൻഫിനിറ്റ് ഹെൽത്ത് ഉണ്ട്. എനിക്കിപ്പോൾ അലറാനൊന്നും പറ്റൂല, വേനയോ എടുക്കൂല, ചാവേ ഇല്ല. അങ്ങനെയാണ് ഗൈസ്. എനിക്ക് സൂപ്പർ ശക്തിയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ഈ വിഗ് എടുത്ത് കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴും തന്നെ ഇരിക്കട്ടെ. കറക്റ്റ് ഒരു ആർമീനെ പോലെ ഇരിക്കും. ഇവിടുത്തെ അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തില്ല. ഇവിടുത്തെ ഹെലികോപ്റ്ററും കടിച്ചു മാറ്റിയല്ല, നല്ല വില കിട്ടും, വില കിട്ടും നല്ല പോലെ. ഗൈസ്, നമ്മളൊക്കെ എടുത്തുകൊണ്ട് പോവാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ ആ തലയ്ക്ക് നല്ല ഇടി കിട്ടി, എല്ലാം മറന്നുപോയി. എനിക്ക് എന്തൊരു വട്ടാണോ എന്തോ. ഞാൻ അല്ലെങ്കിലും വെറും വട്ടനാണ്. ഇനിയും തൊട്ട് തന്നെ വട്ടൻ എന്ന് വിളിച്ചാൽ മതിയേ കേട്ടാ. ഇനി ഈ സ്ഥലത്തുനിന്ന് നമ്മൾക്ക് പോവാം. ഇവിടെ വരണ്ടായിരുന്നു, ആകെ സീനായി. പോലീസ് ഇങ്ങോട്ട് വരാനും തുടങ്ങി. കുറേ സ്റ്റാർ കിട്ടി ഗൈസ്. അതേത് വണ്ടി? ദൈവമേ, പോലീസ് വണ്ടിയായിരിക്കും അല്ലേ? അതാ ഡിഫൻഡറാ? ഡിഫൻഡർ ഇതെന്തരടേ? എനിക്ക് എല്ലാം മറവി തന്നെ കേട്ടോ.
ഇങ്ങനെ ഒരു മറവി പയ്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അവനെ ശരിയാക്കിക്കോളാം കേട്ടോ. പൊട്ടനാണ് പൊട്ടൻ. ഇനി ഞാൻ എവിടെ പോകാൻ? എൻ്റെ വീട്ടിൽ പോകണോ അതോ ഞാൻ മരുഭൂമി പോകണോ? എങ്ങോട്ട് പോകണമെന്തോ? അതോ മിസ്റ്റർ ചട്ടയുടെ കൂടെ പോകണോ? ആരുടെ കൂടെ പോകണം? മിസ്റ്റർ കട്ട്കട്ട്, മിസ്റ്റർ കട്ട്കട്ട്, മിസ്റ്റർ കട്ട്കട്ട്. ഹലോ ഹലോ ഹലോ. ഇനി ഞാൻ എവിടെ പോകും? എൻ്റെ വീട്ടിൽ പോകണോ എങ്ങോട്ട് പോകണം ഞാൻ? ഇവിടെ ആകെ പെട്ടുപോയ അവസ്ഥ തന്നെ. പോലീസ് എന്നെ തിരക്കി നടക്കണുണ്ട്. എടാ എന്നെ ഇങ്ങനെ കിടന്ന് തിരക്കാതെ. ഞാനൊക്കെ ആർമിയുടെ തലവനാണ്ടാ. ഇവിടെ വണ്ടി നിർത്താം, എന്നിട്ടെടുത്ത് താഴെ ചാടാം. അതെ, പിന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ താഴെ ചാടിയാൽ ഞാൻ മരിക്കില്ലേ? ഇല്ല, ഞാൻ ഇൻഫിനിറ്റ് ഹെൽത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. എടുത്ത് താഴെ ചാടാം. അതാണ് ഇവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥരുടെ പരിപാടി. ആരെങ്കിലും നമ്മളെ വന്ന് താഴെ തള്ളിയിട്ട് നമ്മൾ മരിക്കാതിരിക്കണം. അതാണ് ആർമിയുടെ കടന്ത. അപ്പം ഞാൻ എടുത്ത് ചാടി, നോക്ക്, ഞാൻ മരിച്ചില്ല. കണ്ട എൻ്റെ സൂപ്പർ പവർ. ആരെങ്കിലും കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ചേട്ടാ, ഇത് എത്ര വട്ടം പറയണം ഞാൻ? ഒരു വട്ടം ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ 2 വട്ടം ലൈക്ക് ചെയ്യും, 2 വട്ടം ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3 വട്ടം ലൈക്ക് ചെയ്യും, 3 വട്ടം ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ 4 വട്ടം ലൈക്ക് ചെയ്യും. ഇതെന്ത്? ഞാൻ എന്തിരിക്കണം? 5-5-0-5-0. മിക്കവാറും ഒരു ഡൈനോസർ ആയിരിക്കും വരണം. കറക്റ്റ് പറഞ്ഞല്ല, ഡൈനോസർ എന്നെ വന്ന്. ആർമിക്ക് ഡൈനോസർ എന്തൊരു കടമയല്ലേ. കൊള്ളാം. നീ ഇങ്ങനെ വേണം. ഡൈനോസർ എന്നെ കടിക്കാതിരുന്നാൽ മതി. ഡൈനോസറെ പോടാ, അങ്ങോട്ട് പോടാ. ഈ ആളിനെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. കൊല്ലാൻ പറ്റിയോ? ഇല്ലേ. ഇതെന്തിര്? നീ പോടാ ഡൈനോസറെ. ഇല്ല, കൊന്നാലേ AK-47 ഇട്ട് കൊല്ലാം. അല്ലെങ്കിൽ എന്തിട്ട് കൊല്ലണം? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതിട്ട് കൊല്ലാം. ജസ്റ്റ് ഐഡിയ. 2 എണ്ണം ഇട്ടാൽ പോരെ? കുറേ എണ്ണം ഇടാനോ? കുറേ എണ്ണം ഇടാം. അതാണ് നല്ലത്. അത് നല്ലത്. കുറേ ഉണ്ടല്ലോ. മുഖത്തിട്ട് എറിഞ്ഞെടുക്കാം. മുഖത്തിട്ട് ഇപ്പം അങ്ങോട്ട് പോവുക. മുഖത്തിട്ട് അങ്ങ് പൊട്ടിക്കായിരുന്നു. പക്ഷേ ഇല്ലേ, എന്തൊരു പറ്റിയുണ്ടോ? കറക്റ്റ് ടൈമിനായിരുന്നു. പൊട്ടിക്കേ. ഇതൊക്കെ എൻ്റെ ഒരു കളികളാണ്. ഇങ്ങനെ ആൾക്കാരെ കൊല്ലുക, തിരിച്ചു കൊണ്ടുവരിക, ആൾക്കാരെ കൊല്ലുക, തിരിച്ച് ആത്മാവിനെ കൊണ്ടുവരിക. ഇനി ഞാൻ ഫോൺ വിളിച്ച് എങ്ങോട്ട് പോകണം? ഞാൻ ഫോൺ എടുത്ത എനിക്ക് മറവിയായി. ഞാൻ ഇപ്പം ചിണ്ടുവിനെ പോലെ ആയി കേട്ടാ. അത് ശരിയാണ്. വീടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിണ്ടു. ചിണ്ടി. ഹായ് ചുണ്ടോ. ഹായ് ചിണ്ടു. ഇറങ്ങിപ്പോടാ. നോക്ക്, മെയിൻ ഉദ്ദേശിച്ചുള്ള കളിയാണ്. അയ്യോ, നമ്മളുടെ അയ്യോ എന്തുവായിരുന്നു? എനിക്ക് തെറ്റിപ്പോയി. നമ്മുടെ ആർമി ക്യാമ്പിലുള്ള MLA ആയിരുന്നത്. എനിക്ക് വട്ടായിരുന്നു അങ്ങനെ വണ്ടി മേടിക്കാൻ. അയ്യോ, ഞാൻ മരിക്കൂല. തല വണ്ടി അടിച്ച്. ഞാൻ ഇതെവിടെയാ? ഞാൻ ആർമി ക്യാമ്പിലല്ലായിരുന്നു. എന്നിട്ട് ഇവിടെ തിരിച്ചു വന്നു. മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ ഇവിടെ എത്തി. തിരിച്ചോർമ്മ കിട്ടിയ അതെ, ഞാൻ മറന്നു പോയതാ. ഇറങ്ങി പോടാറുണ്ട്. MLA സ്കറിയയുടെ വണ്ടി അടിച്ചു മാറ്റി എവിടെയോ കൊണ്ടിട്ട് പഞ്ചറാക്കി. എന്തൊരു അവസ്ഥ ഇത്. അയ്യോ അമ്മേ. നേരെ ഒരു ഇവിടെ കൊണ്ട് എന്നെ ഇടിച്ചിട്ട്. എന്തൊരു കടമ. അയ്യോ സാറേ, മാറങ്ങോട്ട്. പോടാ അങ്ങോട്ട്. ചുമ്മാ കളിപ്പിച്ചാണ്. എന്നിട്ട് ഇടിച്ചിടുകയും ചെയ്തു. അയ്യോ, MLA സ്കറിയയുടെ മോൻ.
നമ്മളെ കറിയാക്കും. അപ്പം ഇവിടെ വെച്ചിട്ട് വീഡിയോ തീരാൻ പോകണമെന്ന് എനിക്ക് തോന്നണം. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്താ. അടുത്തോട്ട് പോവാം. ഈ വീടിൻ്റെ അകത്ത് കയറാം. എന്നിട്ട് 2 റൗണ്ട് അങ്ങോട്ട് അടിക്കാം. ഇത് എന്തിന് ലക്ഷദ്വീപാ? അത് ലക്ഷദ്വീപാ? എന്നാൽ ലക്ഷദ്വീപാ ഇത്? ലക്ഷദ്വീപിൻ്റെ ഫോട്ടോ. ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ആക്കിത്തരാം. നല്ല പൈസയാണ്. കുറേ ഇതുമുണ്ട്. എന്തിനാണോ എന്തോ ചേട്ടാ. ഇവിടെ വെച്ചെൻ്റെ വീഡിയോ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ പറ്റണില്ല. വീഡിയോൻ്റെ ക്യാമറ പൊട്ടിപ്പോയി. വീഡിയോൻ്റെ ക്യാമറ പൊട്ടിപ്പോയി. എല്ലാം പോയി. അയ്യോ. MLS കറിയ നമ്മളിപ്പോൾ കറിയാക്കും. 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 അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏതായാലും ആർമിയായി പോയില്ലേ, ഇച്ചിരി നന്നാവണം. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ MLS കറിയ നമ്മളെ കറിയാക്കിയാണ്. അത് നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട. ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെ. MLS കറിയയുടെ മോനില്ലേ, അവൻ എപ്പോഴും MLS കറിയേനെ ഇല്ലേ കറിയെന്ന് വിളിക്കും. അതുകൊണ്ടാണ് MLS കറിയെ എന്നെ കറിയാക്കുമെന്ന് ഞാൻ നേരത്തെ പാട്ട് പാടിയത്. അങ്ങനെയായിരുന്നു ഗൈസ്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് MLS കറിയ നമ്മളിപ്പോൾ കറിയാക്കും. MLS കറിയ നമ്മളിപ്പോൾ കറിയാക്കും. നേരെ അങ്ങ് വിട്ടോ. അയ്യാ, ഓ അമ്മേ, ചേട്ടാ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തൊരു സോംബി വലിച്ചു പിടിച്ച. അയ്യാ, അങ്ങ് പോയി. ന്യൂവറ്റിന് വല്ലതും പറ്റാതിരുന്നാ മതി. അയ്യോ അമ്മേ, അയ്യോ. രാത്രിയായി. എണീച്ച് നോക്കിയപ്പോൾ ബെഡിൽ കിടക്കണം. രാത്രിയായപ്പോൾ എവിടെയെങ്കിലും പോകണ്ടേ? എവിടെയെങ്കിലും കറങ്ങാൻ പോവാം. രാത്രി നല്ല മഴയുമായി. എന്തിനാണോ എന്തോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം. ഇപ്പം ഇടി വെട്ടും. എന്തിനു ചെയ്യാൻ? പെട്ടെന്ന് പോയി ഇടി വെട്ടട്ടെ. നാട്ടിലെങ്ങനെ പെട്ടെന്ന് സോംബീസ് ഇറങ്ങിയ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. വണ്ടിയൊന്നും പുറത്തിറങ്ങണില്ല. ഞാൻ ഇതിനെ കുറിച്ചൊന്നും വാർത്ത കണ്ടില്ലല്ലോ. ചേട്ടാ ഇത് അങ്ങനെ ഇറങ്ങിയത്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെ അറിയത്? എൻ്റെ ഫ്രണ്ട് സോംബി ആയി കാണും. നമുക്ക് നേരെ സോമൻ്റെ വീട്ടിൽ പോയി കാണാം. സോമൻ്റെ വീട്ടിൽ പോയി നോക്കാം അവൻ ആയി കാണും. അല്ലെങ്കിൽ നോക്കണ്ട, അവ ഇപ്പം ഇതെന്ത് ചെയ്യാനാണോ എന്തോ. വണ്ടി ആണെങ്കിൽ ഞാൻ ബാക്കിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാക്കിൽ എടുക്കണേ. ആ സോംബിയുടെ അടുത്ത് കറിയാക്കാം. അല്ല, MLS കറിയ നമ്മളിപ്പോൾ കറിയാക്കും. അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നമ്മൾക്ക് ഇടിച്ചുകൊണ്ട് പോവാം. അതാണ് നല്ലത്. വണ്ടി സ്റ്റാർട്ടാവണില്ല. എല്ലാ സോംബീസിനും വരും ഇങ്ങോട്ട്. ഇവിടെ വണ്ടി സ്റ്റാർട്ടാവണില്ല. സ്റ്റാർട്ടാവ്. അയ്യോ, വണ്ടി സ്റ്റാർട്ടാവണേ. അകത്ത് എഞ്ചിനിൽ നോക്കട്ടെ.